ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് അൽഹംദുലില്ലാഹ് എനിക്ക് സുഖമാണ്, റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു കേട്ടോ. ഞാൻ ഇന്നില്ലേ പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്, നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഞാൻ ഇന്ന് വന്ന കാര്യം എന്താ അറിയാം, ഒരിക്കലും നമ്മളെ മനസ്സിൽ ഒരിക്കലും നടക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. പിന്നെ സാമ്പത്തികം കൊണ്ടായിരിക്കുക, അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ തടസ്സം കൊണ്ടും വരും, അങ്ങനെ അല്ലേ. സമ്പത്തുണ്ടായിട്ടും സാമ്പത്തികം ഉണ്ടായിട്ടും അതിന് അവസരം ഉണ്ടായിട്ടും നമുക്ക് എന്താ പറയുക, തടസ്സം മൂലം നമുക്ക് നടക്കാതെ പോലെ. അപ്പോൾ ഒരിക്കലും നടക്കാത്ത എൻ്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചെടുത്തത് ഈ ഒരു കാര്യം ഇതേപോലെ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ക്ഷമയും സബൂറൊക്കെ വേണം കേട്ടോ. കുറച്ച് ക്ഷമയോടെ കൂടി അതിനായിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. ഒരു ദിവസം ഒരു 7 ദിവസം ചെയ്യണം. ഇത് ചെയ്താണ്ടല്ലോ അൽഹംദുലില്ലാഹ് ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് നമ്മളെ കാര്യം സാധിക്കും. ഈ ഒരു കാര്യം വൃത്തിയിൽ ഇതിൻ്റെതായ വൃത്തിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ തുടങ്ങുന്നത് തന്നെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആണുങ്ങളാണെങ്കിൽ ജുമയ്ക്ക് ശേഷമാണ്. സ്ത്രീകളാകുമ്പോൾ നമുക്ക് വീട്ടിൽ പിന്നെ ലോഹർ നിസ്കരിച്ച് ലോഹർ ബാങ്ക് കൊടുത്ത് ലോഹർ നിസ്കരിച്ച് നമ്മൾ ലോഹറിന് ശേഷം നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് ഈ ഒരു കാര്യം ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എനിക്ക് എന്താ പറയുക, 100% എൻ്റെ നെഞ്ച് തൊട്ട് ഞാൻ പറയുകയാണ്, ഒരു നടക്കാത്ത ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, ഹലാലാണെങ്കിൽ ഹൈറാണെങ്കിൽ, അള്ളാഹ്ക്ക് പൊരുത്തമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം ജുമുഅ കഴിഞ്ഞുള്ള എന്താ പറയുക, ളുഹറിന് ശേഷം ദിക്റും അദ്കാറുകളും അതേപോലെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിയ്യത്ത് വെക്കുക. നമ്മൾ ളുഹർ നിസ്കരിക്കാൻ കയറുമ്പോൾ തന്നെ നമ്മൾ നിയ്യത്ത് വെക്കണം കേട്ടോ. അപ്പം ജുമുഅ കഴിഞ്ഞുള്ള ദിക്റെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ആഗ്രഹം, അത് നമ്മുടെ ആഗ്രഹം എന്താണ്, അത് മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ. മറ്റുള്ളവരെ നാശത്തിന് വേണ്ടി മറ്റുള്ളവരെ എന്താ പറയുക, മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം നമ്മളൊരാഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ടുണ്ടാകും. നമ്മളെ നല്ല കാര്യങ്ങൾക്ക്, നമ്മളെ ഹലാലായ കാര്യം, നമ്മളെ മക്കളെ കാര്യത്തിന് വേണ്ടി, നമ്മളെ ഭർത്താക്കന്മാരുടെ കാര്യത്തിന് വേണ്ടി, നമ്മളെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അത് അള്ളാഹ്ക്ക് പൊരുത്തമുള്ള കാര്യം നമുക്ക് ചെയ്യാം. ജുമുഅക്ക് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു കാര്യം ചെയ്താൽ ഈ ഒരു സൂറത്ത് തന്നെ വലിയ അത്ഭുത ഫലമുള്ള സൂറത്താണ്. അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മും കൂടി നമ്മൾ ചെല്ലുന്നുണ്ട് അതിന് ശേഷം. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ എന്താ പറയുക, പിന്നെ അത്രയ്ക്ക് ഫലം. എനിക്ക് തന്നെ എന്താ പറയുക, ഈ ഒരു സൂറത്ത് ഓതിയിട്ട് തന്നെ എനിക്ക് കണ്ണ് ചിമ്പി തുറക്കുന്നതിന് മുമ്പ് ഇതിനുള്ള പ്രതിഫലം കിട്ടുകയെന്നറിയില്ല. അത് കിട്ടിയ ആളാണ് ഞാൻ. എനിക്കും അതിൻ്റെ മോളും ചെയ്തിട്ട് മോക്കും അതേപോലെ തന്നെ മോൾ ആഗ്രഹം സാധിപ്പിച്ചിട്ടുണ്ട്. അവളെ എന്താ പറയുക, +2 കഴിഞ്ഞിട്ട് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് സാമ്പത്തികമായ എല്ലാത്ത ബുദ്ധിമുട്ടിലും ഞങ്ങൾ ആ സമയത്ത്, ഇപ്പം തന്നെ കേട്ടോ, ഇപ്പോൾ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക അറിയാം, അതിനായിട്ട് നമ്മൾ സൂറത്തുൽ ഫത്ഹാണ് ഓതേണ്ടത്. സൂറത്തുൽ ഫത്ഹ് നമ്മൾ എന്ത് ചെയ്യുക, വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം, പിന്നെ അല്ലെങ്കിൽ ളുഹർ നിസ്കാരത്തിന് ശേഷം, നമ്മളെല്ലാം കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റും അദ്കാറുകളും എന്താ പറയുക, സലാത്തും നിസ്കാരത്തിന് ശേഷം സുന്നത്തും എല്ലാം, നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കാരം ഉണ്ടാവുമല്ലോ, അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക, 7 സൂറത്തുൽ ഫത്ഹ് ഓതുക. 7 സൂറത്തുൽ ഫത്ഹ് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഓതി പിന്നെ തീർക്കാൻ, കുറച്ച് സമയം തന്നെ വേണം. 7 ഓതണമല്ലോ, ഒന്നല്ലല്ലോ, 7 ഓതണമല്ലോ. 7 സൂറത്തുൽ ഫത്ഹ് ളുഹറിന് ശേഷമുള്ള വെള്ളിയാഴ്ച തുടങ്ങുന്ന ദിവസം ഓതുക. പിന്നെ 7 പൂർണ്ണമായിട്ട് ഓതി തീർന്നതിന് ശേഷം നമ്മൾ എന്തൊക്കെ അറിയാം, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അത് ഓതുന്ന ഇടയിൽ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കാനോ പിന്നെ വേറെ ആവശ്യത്തിന് പോകാനോ ഒന്നും പാടില്ല. ഇരുന്ന ഇരിപ്പ് തന്നെ സലാം വീട്ടിയ നിസ്കാരപ്പായെന്ന് എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഓതുക കേട്ടോ. ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, മറ്റൊരാളോട് സംസാരിക്കാനും മറ്റൊരാളോട് എന്താ പറയുക, മക്കളോട് സംസാരിക്കാനും ഒന്നും വേറെ നമ്മളതായ ഭൗതികമായ ഒരു കാര്യത്തിലേക്കൊന്നും നമ്മൾ പോകരുത്. അപ്പം അത് കഴിഞ്ഞ് 7 സൂറത്തുൽ ഫത്ഹ് ഓതി പൂർത്തിയാക്കിയതിന് ശേഷം അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ കേട്ടോ. നിസ്കാരം ഞാൻ പറഞ്ഞില്ല, ഇത് എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയുക, പറയുമ്പോൾ അത് മറന്നു പോകേണ്ടതാണ് ഇത് എഴുതി കാണിക്കുന്നത് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെതായ വൃത്തിയിൽ ചെയ്ത് വെക്കുക. ഇത് ചെയ്തിട്ട് നിങ്ങളെ ആഗ്രഹം നടക്കാതെ വരില്ല, ഉറപ്പായിട്ട് പറയുകയാണ്. പിന്നെ അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഹലാലായ ഹൈറായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. അതേപോലെ എന്താ പറയുക, നമുക്ക് മറ്റൊരാളുടെ മുമ്പിൽ പോകുന്ന അവസ്ഥ, വരാത്ത അവസ്ഥ എല്ലാവർക്കും തരട്ടെ. മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. പിന്നെ ഇതിന് ശേഷമില്ല, നമ്മൾ എന്തൊക്കെ അറിയാം, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മ യാ ഫത്താഹു എന്ന ഇസ്മില്ലേ, അത് പിന്നെ 489 തവണ ഓതുക കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാൻ സംസാരം നിർത്തിയത് പിന്നെ ഒന്നും ഉണ്ടായിട്ടല്ല, വീഡിയോ കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇരിക്കുന്ന ഇടയിൽ ആരോടും സംസാരിക്കാനൊന്നിനും പോകരുത് കേട്ടോ.
പിന്നെ അതേപോലെ എന്താ പറയുക, നമ്മൾ നിയ്യത്ത് പ്രധാനമായിട്ട് നമ്മളൊരു കാര്യത്തിന് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്ന ആഗ്രഹമുണ്ട് റബ്ബേ എനിക്ക് ഇന്ന ആഗ്രഹം, ഒരുപാട് കാലത്തെ ആഗ്രഹമാണെങ്കിലും റബ്ബിനോട് പറയാം. നമുക്ക് നമ്മളെ ആഗ്രഹം സാധിപ്പിച്ചാൽ നമുക്ക് റബ്ബല്ലാതെ വേറെ ആരും ഇല്ലല്ലോ അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളതിനായിട്ട് മെനക്കെടുക കേട്ടോ. പിന്നെ കുറച്ച് ക്ഷമ വേണം, അതേപോലെ തന്നെ എന്താ പറയുക സമയം വേണം. പിന്നെ മക്കളോടൊക്കെ സംസാരിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അധികം വീട്ടിൽ എന്താ പറയുക മറ്റൊരാൾ ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ നോക്കുക, ഇടയിൽ കൂടെ സംസാരിക്കാൻ പറ്റാണ്ട്. ഞാൻ ഫത്താഹ് എന്ന ഇസ്മില്ലേ, അത് ഞാൻ ഇവിടെ മലയാളത്തിൽ എഴുതി കാണിച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അറബിയിലും എഴുതി കാണിക്കുന്നുണ്ട്. അറബീൻ്റെ ഇതിങ്ങനെ എഴുതി കാണിക്കുമ്പോൾ പലരും പറയുന്നുണ്ട് അത് മലയാളത്തിൽ എഴുതി കാണിക്കുമെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത് കേട്ടോ. ഇതാണ് അറബിയിൽ എഴുതി കാണിക്കാനായിട്ട് ഞാൻ ഫത്താഹു യാ അല്ലാഹ് ഈ ഒരു ഇസ്മില്ലേ നമ്മൾ 489 തവണ ഓതുക കേട്ടോ. ഈ സൂറത്തിൽ ഫത്തഹ് 7 തവണ ഓതി പൂർത്തിയാക്കിയതിന് ശേഷം ഈ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ 489 തവണ ഓതുക. അതിന് ശേഷം ഇല്ലേ നമ്മൾ നമ്മളെ ആഗ്രഹം എന്താണോ അത് റബ്ബിനോട് പറയുക കേട്ടോ. ഇതേപോലെ നമ്മളില്ലേ വെള്ളിയാഴ്ച തുടങ്ങി വ്യാഴാഴ്ച അവസാനിക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം തുടങ്ങിയിട്ട് നമ്മൾ അതേപോലെ പിറ്റേത്തെ ആഴ്ച വെള്ളിയാഴ്ച അല്ല വ്യാഴാഴ്ച ളുഹറിന് ശേഷം എല്ലാ ളുഹറിനും വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ 7 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടല്ലോ ഉറപ്പായിട്ടും നമ്മളില്ലേ അതിന് തൊട്ടടുത്ത ദിവസം ഇതേപോലെ ചെയ്യട്ടെ. അതേപോലെ ഈ പറയുന്നുണ്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിൽ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം മുടങ്ങാതെ, അതാ പറഞ്ഞ് ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം തുടങ്ങുക. കുറേ ക്ഷമ വേണം, അതിനായിട്ട് സമയം കണ്ടെത്തണം, സംസാരിക്കാനും ഒന്നിനും നിൽക്കരുത്. ഇതേപോലെ ഈ വീഡിയോയിൽ പറഞ്ഞ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നടക്കാത്ത ഏതൊരാഗ്രഹവും നടക്കും. 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹം സാധിപ്പിച്ചെടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇത് ഓതി ചിലപ്പോൾ വ്യാഴാഴ്ച നമ്മൾ ഓതി പൂർത്തിയാക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആഗ്രഹം സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ എന്താ പറയുക, ഇതേപോലെ ഒന്നും ചെയ്യാണ്ട് പകുതിക്ക് നിന്നിട്ടും ഇതാക്കിയിട്ടും ഇടയ്ക്കിൽ സംസാരിച്ചിട്ടും എന്താ പറയുക 7 ഓതേണ്ടത് 3 ഓതി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൊണ്ട് വന്ന് ഓതിയിട്ട് അങ്ങനെയൊന്നും ഓതിയിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക. അതിന് നമ്മൾ തയ്യാറായി തന്നെ നിൽക്കണം. തയ്യാറായാൽ തന്നെ നമുക്ക് നിൽക്കുള്ളൂ. ഉദ്ദേശം ഉറപ്പായി നടക്കും. എന്താ വെച്ചാൽ എനിക്ക് 1 തവണയും 2 തവണയും 3 തവണയും അല്ല കേട്ടോ, ഒരുപാട് തവണ പിന്നെ എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് 2 3 തവണ എൻ്റെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചത്. അപ്പോൾ എല്ലാവരും അതിനായിട്ട് പിന്നെ ശ്രമിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ.